വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നിലവിലെ അലക്സാണ്ടർ ആർണോൾഡ് സാഗനെ കുറിച്ചാണ്. അപ്പോൾ 2025 ഇപ്പം ഡിസ്കസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പേരുകളൊന്നാണ് അലക്സാണ്ടർ ആർണോൾഡ് എന്നുള്ളത്. കാരണം നിലവിൽ ലിവർപൂളിൽ തൻ്റെ കോൺട്രാക്റ്റിലെ ലാസ്റ്റ് വർഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2025 ജൂൺ അവസാനമാകുമ്പോഴേക്കും ആളുടെ കോൺട്രാക്റ്റ് എക്സ്പയർഡ് ആവും. അപ്പോൾ നിലവിൽ വരുന്ന ന്യൂസുകൾ പ്രകാരം ലിവർപൂളിൻ്റെ കൂടെ റിന്യൂ ചെയ്യാൻ ഒട്ടും ചാൻസ് ഇല്ല എന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ ഒരു ഡീലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ജനുവരിയിൽ അർണോൾഡിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫർ മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമീപനം റയൽ മാഡ്രിഡ് നടത്തി. അപ്പോൾ അത് ലിവർപൂൾ റിജക്റ്റ് ചെയ്തു എന്നാണ് ന്യൂസ് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ സമീപനം, അതായത് ഒരു പ്ലെയറെ ഇവർ സമ്മറിൽ ഫ്രീ ആയിട്ട് പ്രതീക്ഷിക്കുമ്പോൾ ജനുവരിയിൽ പോയിട്ട് വേണമെങ്കിൽ ഈ ഒരു പ്ലെയറെ ഞങ്ങൾ പൈസ കൊടുത്തും മേടിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു ജെൻറ്റിൽമാൻ ആക്ട് പോലെയാണ് റയൽ ഇത്തരത്തിലുള്ളൊരു മൂവ് നടത്തുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹസാർഡിന് വേണ്ടിയിട്ടും അവരിങ്ങനത്തെ ഒരു മൂവ് നടത്തിയിട്ടുണ്ട്. എംബാപ്പയ്ക്ക് വേണ്ടിയും ഇത്തരത്തിലുള്ള മൂവ് നടത്തിയിട്ടുണ്ട്. സോ അത് ചുമ്മാ റയൽ നടത്തുന്നൊരു മൂവാണ്. വേണമെങ്കിൽ ഞങ്ങൾ പൈസ തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്ലെയറിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പ്ലെയറെയും മീഡിയനെയും ലിവർപൂളിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് റയൽ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അത് ലിവർപൂൾ റിജക്റ്റ് ചെയ്തു. കാരണം ജനുവരിയിലൊന്നും ഒരിക്കലും അർണോൾഡിനെ ലിവർപൂളിന് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ ടൈറ്റിൽ റേസിലും അതുപോലെ തന്നെ UCLൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടും നിൽക്കുന്ന സമയത്ത് ഈ ഒരു പ്ലെയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നല്ല പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ട്രെൻഡ് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ കോൺട്രിബ്യൂഷനാണ്. എത്തുന്ന ബോളുകളാണെങ്കിലും നിലവിലറിയാലോ, ഡിഫെൻസീവ്ലി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. സെറ്റ് പീസിൽ അടിപൊളിയാണ്. ആളുടെ പാസസൊക്കെ, എണ്ണം പറഞ്ഞ പാസസൊക്കെ പലപ്പോഴും ലിവർപൂളിനെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റത്തെ മാച്ചിലും ഗോളൊക്കെ അടിച്ചിട്ടുണ്ട്. സോ ലിവർപൂളിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പ്ലെയറാണ് അർണോൾഡ് എന്ന് പറയുന്നത്. സോ ഒരിക്കലും ജനുവരിയിൽ വിട്ടുകൊടുക്കില്ല. ആൻഡ് ഇപ്പോൾ ആ പിക്ചർ ഏകദേശം ക്ലിയർ ആയിട്ട് വരുവാണ്. അർണോൾഡിനും റയലിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അതേപോലെ റയലിന് ഡേവിസിനേക്കാളും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജൻ്റായിട്ട് അലക്സാണ്ടർ ആർണോൾഡിനെ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ അത് വല്ലാത്തൊരു ഡീലായിരിക്കും നടക്കുകയാണെങ്കിൽ. റയലിന് അറിയാം, റയലിൻ്റെ റൈറ്റ് സൈഡിൽ എങ്ങനെയായാലും ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ കർവഹാൾ ഉണ്ടെങ്കിലും കർവഹാളിന് ഏജായി. കർവഹാൾ കളിച്ച സമയത്ത് ടീമിന് വേണ്ടി എല്ലാം കൊടുത്ത് ഫൈറ്റ് ചെയ്ത ഒരു ഫൈറ്ററാണ്. സോ കർവഹാളിന് പറ്റിയൊരു റിപ്ലേസ്മെൻറ്റിനായിരിക്കും അർണോൾഡ് എന്നുള്ളത്. അത് ടീമിൻ്റെ ലെവൽ തന്നെ മാറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീമിൻ്റെ ലെവൽ തന്നെ മാറ്റും ആ ഒരു റൈറ്റ് സൈഡിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അർണോൾഡിൻ്റെ കാലിൽ നിന്ന് വരുന്ന പാസുകൾ അത് വിനിയിലേക്ക് എത്തുന്നത്, എംബാപ്പയിലേക്ക് എത്തുന്നത്, റോഡ്രിഗോയിലേക്ക് എത്തുന്നത് എന്ത് അടിപൊളിയായിരിക്കും. ഇവരൊക്കെ ഭയങ്കര പേസി ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. ഇവർ ത്രൂ ബോൾസ് ഓടിയെടുക്കാൻ പറ്റുന്ന ആളുകളാണ്. ഈ അർണോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ബോൾസിൻ്റെ ആശാനാണ്. സ്പ്ലിറ്റിംഗ് ബോളൊക്കെ കൊടുക്കുന്നതിലും എന്താ പറയുക, സൂപ്പറാണ് അർണോൾഡ്. സെലക്കൊക്കെ എത്തുന്ന ബോളുകൾ നമ്മൾ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് സ്വിച്ചുകൾ. നിലവിൽ റയലിൽ നമ്മൾ കാണുന്നത് സ്വിച്ചുകൾ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് പോയതിനു ശേഷം ഈ വിങ്ങിൽ നിന്ന് ആ വിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഈ റൈറ്റിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അർണോൾഡ്. പിന്നെ അർണോൾഡിൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് കളിക്കണോ, മിഡ്ഫീൽഡിൽ കളിച്ചോളും. അത്യാവശ്യം കംഫർട്ടബിളൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്നൊരു മനുഷ്യനാണ്. മിഡ്ഫീൽഡിൽ എനിക്കൊന്ന് ഡിഫൻസീവ് ഫേസിലേക്ക് വരുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലും ഓൺ ദ ബോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഡിഫൻസിനെയും ഓപ്പണൻറ്റ് മിഡ്ഫീൽഡിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ തരത്തിൽ പാസുകളൊക്കെ കൊടുക്കുന്ന ആളാണ്. മിഡ്ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാലും പാസിങ് അടിപൊളിയായിരിക്കും. ഓക്കെ, മിഡ്ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ പാസിങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫൻസീവിൽ ചിലപ്പോൾ അത് ടീമിനെ കുറച്ച് വൾണറബിൾ ആക്കുമെങ്കിൽ പോലും. സോ അതാണ് അർണോൾഡിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ റയലിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൻ്റെ റേഞ്ച് തന്നെ മാറും, ടീമിൻ്റെ റേഞ്ച് തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഓൾറെഡി അവിടെ ഇഷ്ടം പോലെ സ്റ്റാർസ് ഉണ്ട്. അവിടെ ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ട്, അവിടെ കിലിയൻ എംബാപ്പെ ഉണ്ട്, വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, പിന്നെയും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ കാമവിംഗയുണ്ട്, ഫെഡെ വാൽവേർഡെ ഉണ്ട്. അപ്പം ആ ഒരു കൂട്ടത്തിലേക്ക് അർണോൾഡും കൂടെ വരികയാണ്. അറിയാലോ, റൈറ്റിൽ റോഡ്രിഗോ ഉണ്ട്, റൈറ്റിൽ ഫെഡെ ഉണ്ട്. അതേ റൈറ്റിലേക്ക് അർണോൾഡിനെ പോലെ ഇത്രയും
ടെക്നിക്കലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഇത്രയും ടെക്നിക്കലി സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ വരുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. റയലിന് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എല്ലാ അർത്ഥത്തിലും. ഓക്കെ, പിന്നെ അതന്നെ ആളുടെ സെറ്റ് പീസിലൊക്കെ ഇവരുടെ സ്ട്രെങ്ത്ത് കൂടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂഡും അർണോൾഡും ഭയങ്കര നല്ല ബന്ധത്തിലാണ്. രണ്ടാളും നല്ല സുഹൃത്തുക്കളാണ്. സോ റയലിലേക്ക് വരുന്നതിലൊരു ജൂഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലെങ്കിൽ ജൂഡ് ആ ഒരു ഡീലിന് വേണ്ടിയിട്ട് ആളെ പേഴ്സണലി നല്ലോണം പുഷ് ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത ഉണ്ട്. സോ റയലിന് സ്ട്രോങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള നിലയ്ക്ക്, അതേസമയം എന്താ പറയുക, അവർ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ജനുവരിയിൽ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു അവസാനം റയലിലെത്തും. ലിവർപൂളിൻ്റെ കൂടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറി ടാർഗറ്റ് നെക്സ്റ്റ് സമ്മറിൽ എന്ന് പറയുന്നത് അർണോൾഡാണ്. സോ ഫൈനലി ഫ്ലോറന്റീനോ പെറസ് ആളെ കൂടാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ തോട്ട്സൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. റയലിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. റയലിലെത്തിക്കഴിഞ്ഞാൽ കത്തും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.